4-5 മാസത്തിൻ്റെ തണുപ്പും മഞ്ഞും സ്നോ സ്റ്റോമും എല്ലാത്തിനും ഒരു അവസാനമായിട്ടോ. ഇനിയിപ്പോൾ ദേ സ്പ്രിങ് വരും, സമ്മർ വരും. ഞാൻ ആക്ച്വലി നല്ല എക്സൈറ്റഡ് ആണ്. നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ അല്ലേ? കുറച്ചൊരു പോസിറ്റീവ് ടെമ്പറേച്ചർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ദേ ഉടുത്തൊരുങ്ങി ഇറങ്ങിയിട്ടോ. എവിടേക്കേലും ഒരു ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചിട്ട് പോയി ഞങ്ങൾ എത്തിയത് ഒരു ഫ്രോസൺ ലേക്കിൻ്റെ അവിടെയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ ആക്ച്വലി കുറേ വീഡിയോയിൽ ഈ ഫ്രോസൺ ലേക്ക് കണ്ടിട്ടുണ്ട്. കുറേ പേര് മീൻ പിടിക്കുന്നതും സ്കീയിങ് ചെയ്യുന്നതും സ്കേറ്റിംഗ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും നല്ല അഡ്വഞ്ചറസ് ആൾക്കാരായതുകൊണ്ട് ഈ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിന് ഒന്നും നിന്നില്ല കേട്ടോ. മൂന്നാമതൊരാളുണ്ടെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, അഭിഷേകാണ് കേട്ടോ. ദൂരെ നിന്ന് ഇതെല്ലാം നല്ല പോലെ എൻജോയ് ചെയ്തു. പിന്നെ ഇത് നോക്കിയപ്പോൾ അഭിഷേകിന് ജിഷ്ണു കുറേ ട്രെയിനിങ് കൊടുക്കുന്നു, സാറ H&M മോഡലൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ അഭിഷേകാണെങ്കിൽ ജിഷ്ണുവിന് കുറേ പൂക്കി പോസസും പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നേരെ പോയതൊരു ഡാം കൺസർവേഷൻ ഏരിയയൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ കുറേ പക്ഷികളുണ്ട്. നമുക്ക് ബേർഡ് വാച്ചിങ്ങിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അത്. പിന്നെ ഏതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടേർട്ടിലിൻ്റെ ഹാബിറ്റാറ്റിനെ കുറിച്ചൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് സമ്മർ ആയി കഴിഞ്ഞാലൊക്കെ ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. ലേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡീഫ്രോസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. 2 സൈഡും സ്റ്റിൽ ഫ്രോസൺ തന്നെയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നോക്കിയപ്പോഴും ജിഷ്ണുവിൻ്റെയും അഭിഷേകിൻ്റെയും ഫോട്ടോഷൂട്ട് ഇനിയും തീർന്നിട്ടില്ല. ഏതൊക്കെയോ കുറ്റിക്കാട്ടിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും കുറേ ആറ്റിറ്റ്യൂഡ് പോസ് ഇടുന്നുണ്ട് അഭിഷേക്. വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് നൈസിൽ തിരിച്ചു കൂട്ടോ. ഫുഡും കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക്. ഇനിയിപ്പോൾ സ്പ്രിങ് ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വ്ളോഗുകൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.